പൈത്തൺ സീരീസിൽ റൗണ്ട് ഫംഗ്ഷനെ പറ്റിയാണ് ഈ ഒരു സെക്ഷൻ വീഡിയോക്കകത്ത് വരുന്നത്. സോ നമ്മൾ മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ എങ്ങനെയാണ് ഫംഗ്ഷൻ നെയിം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ROUND റൗണ്ടാണ് ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോർമലി മാത്തമാറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻ നോക്കുവാണെങ്കിൽ 33.33 എന്നുള്ളത് നമ്മൾ റൗണ്ട് ചെയ്ത് പറയുവാണെങ്കിൽ 33 എന്ന് പറയും. ഇതിനെ റൗണ്ട് ചെയ്ത് പറയുവാണെങ്കിൽ അതുപോലെ തന്നെ 32.67 റൗണ്ട് ചെയ്യുവാണെങ്കിൽ 33 എന്നായിരിക്കും വരിക. കാരണം ഇവിടെ ലെസ് ദാൻ 5 താഴെയാണ്, അതുകൊണ്ട് തന്നെ അതിന് 33 കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഒരു വാല്യൂ കൂടി ഇൻക്രീസ് ചെയ്തു, ഇവിടെ 2-നൊപ്പം 3 കൂടി ആഡ് ചെയ്തു. ആ രീതിയിലാണ് റൗണ്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ 5 ലെസ് ദാൻ ആണെങ്കിൽ അതിന് കൺസിഡർ ചെയ്യത്തില്ല. 5 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഒരു വാല്യൂ ആഡ് ചെയ്തിട്ട് അതിനെ റൗണ്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് റൗണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതുന്നത് നമ്മൾ റൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കണം, നമ്പർ. ഇത് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം, ഏത് വാല്യൂ ആണ് റൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, എത്ര ഡിജിറ്റ്സ് നമുക്ക് റൗണ്ട് ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പോൾ 33.3367 എന്നുള്ളൊരു വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് 2 ഡിജിറ്റിനെ റൗണ്ട് ചെയ്ത് എഴുതണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 33ൻ്റെ ഈ ഒരു വാല്യൂവിനെ 2 ഡിജിറ്റ് റൗണ്ട് ചെയ്ത് എഴുതുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 33.3 കഴിഞ്ഞിട്ടുള്ള ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഇവിടെ 3 ആണ്, 3നെ റൗണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കത്തില്ല, 0 തന്നെ വരും, അല്ലെങ്കിൽ 3 തന്നെ വരും, അവിടെ ആ വാല്യൂ തന്നെ വരും. അപ്പോൾ ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. 33.33 എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ 3 ഡിജിറ്റ്സ് ആണ് കൊടുത്തെങ്കിൽ എങ്ങനെ വരും? 33.337 വരും. ഇവിടെ 6 വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഡിജിറ്റ്സിനാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 6 വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വാല്യൂ കൂടി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 7 എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എങ്ങനെ വരും? ഇപ്പോൾ 33.33 നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്പർ എഴുതണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്ര റൗണ്ട് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 33.3367 എന്നുള്ള വാല്യൂ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, എന്തായാലും നമുക്ക് മസ്റ്റാണ്, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് കൊടുക്കാതെ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 33 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഈ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവത്തില്ല, ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക. സോ ആ രീതിയിലാണ് നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ കുറച്ച് എഴുതാം, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു നോക്കാം. റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ഇൻറ്റീജർ 7 ആയിരിക്കും വരിക. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻറ്റീജർ ആയിരിക്കും, ഡോട്ടഡ് ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല, ഇൻറ്റീജർ ആയിട്ടുള്ള 7 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അതിനും വരിക. ഇവിടെ നമ്മൾ 2 കൊടുക്കാനുണ്ട്. അപ്പോൾ 7.3.3 തന്നെ കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ വാല്യൂ ആണ് റൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ 7.337 വരും വാല്യൂസ്. ഈ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ 3.777, കൊടുത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇതിൻ്റെ ഔട്ട്പുട്ടും 3.7 എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. 3.7 അല്ല, ഇവിടെ ഈ 7നെ റൗണ്ട് ചെയ്യും, എന്നിട്ട് 4.0 ആയിരിക്കും കിട്ടുന്നത് ഔട്ട്പുട്ട്. കാരണം ഇതിനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ 0 ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആക്ച്വലി ഇപ്പോൾ 0 യൂസ് ചെയ്തില്ലെങ്കിൽ 4 ആയിരിക്കും കിട്ടുന്നത്. 0 യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം ഒരു ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 4.0 എന്നുള്ള രീതിയിൽ 4.0 എന്നുള്ള രീതിയിൽ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. റൗണ്ട് ചെയ്തിട്ട് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇപ്പോൾ 0 യൂസ് ചെയ്തില്ലെങ്കിൽ 4 എന്നുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്.
സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുവാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക? ഈ 4 എണ്ണത്തിൻ്റെ ഞാനൊരു എക്സാമ്പിളായിട്ട് റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ 674 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ 674,0 റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇൻറ്റീജർ വാല്യൂസ് ആണ്. ആക്ച്വലി ഇവിടെ സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. സോ നമുക്കിവിടെ സ്ട്രിങ് കൊടുക്കാൻ പറ്റത്തില്ല. സ്ട്രിങ് ആക്ച്വലി റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ടഡ് വാല്യൂസ് ആണ് സ്ട്രിങ് ചെയ്യുന്നത്. സോ ഇവിടെ 674 കൊടുത്തപ്പോൾ അത് അതിനകത്ത് റൗണ്ട് ചെയ്യാനൊന്നുമില്ല. പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ റൗണ്ട് ചെയ്യാനൊന്നുമില്ല. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 674 എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ 0 കൊടുത്ത് ഇത് ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇത് റൗണ്ട് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ 674 ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. കാരണം ഫ്ലോട്ടഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ, അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫ്ലോട്ടഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റൗണ്ട് ചെയ്യത്തുള്ളൂ, അല്ലാത്ത പക്ഷം റൗണ്ട് ആവത്തില്ല. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, ഇവിടെയും റൗണ്ട് ചെയ്യത്തില്ല, കാരണം ഇത് പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇതിൻ്റെ ആ വാല്യൂ സെയിം തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ മൈനസ് വരുന്ന സമയത്ത് അവിടെ റൗണ്ടിങ് നടക്കും. സോ എങ്ങനെയായിരിക്കും റൗണ്ടിങ് നടക്കുന്നത്? ഇപ്പോൾ 674 വരുന്ന സമയത്ത് ഈ 674 -1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈനസ് വാല്യൂ വരുന്ന സമയത്ത് അവിടെ റൗണ്ടിങ് നടക്കും. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഡിജിറ്റ് 0 ആയിരിക്കും. ലാസ്റ്റത്തെ ഡിജിറ്റ് 0, അതായത് 4ന് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അടുത്ത ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. ഈ 4 5-നേക്കാളും ലെസ് ദാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിം ഡിജിറ്റ്സിൻ്റെക്ക് ഇവിടെ വരുന്നത്. സോ ഇവിടെ 7 വരും, ഇവിടെ 6 വരും. അപ്പോൾ 670 എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിന് വരെ -2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ഇപ്പോൾ റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ 674, -2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? -2 ആണോ കേസിനകത്ത് ഈ 2 ഡിജിറ്റ്സിനെയാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ്സിനെ ഇതിനെ 0 ആക്കി, ദെൻ അടുത്ത ഡിജിറ്റ്സിനെ 0 ആക്കി. അപ്പോൾ ഇവിടെ -2 ഉള്ളതുകൊണ്ട് 2 ഡിജിറ്റ്സിനെ 0 ആക്കി. ദെൻ അടുത്ത ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. 6നെ റൗണ്ട് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഡിജിറ്റ്സ് >5-നേക്കാളും ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 7 ഡിജിറ്റ് >5 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6നെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റും കൂടി കൂട്ടിയിട്ട് 700 ആക്കും. അപ്പോൾ ആ രീതിയിലേക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി 3 ആണെങ്കിലോ? 3 ആണെങ്കിൽ 3 zeros വരും. ദെൻ ലാസ്റ്റ് 0 ആണ് കിടക്കുന്നത്, അതിനെ റൗണ്ട് ചെയ്തിട്ട് 1 ആകും. അപ്പോൾ ആ രീതിയിലേക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്കിത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. നിങ്ങൾ സ്ക്രിപ്റ്റ് എടുക്കുക. ഞാനിവിടെ പൈത്തണിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റൗണ്ട് ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ റൗണ്ട് ഫംഗ്ഷൻ എടുത്ത് ദെൻ ഒരു വാല്യൂ കൊടുക്കാം. ഞാനിവിടെ 2.345 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2 ആയിട്ടാണ് റൗണ്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ 3ക്ക് വരെ ഞാനൊരു 6 കൊടുത്തിട്ട് നോക്കാം. സോ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 3 ആണ്. അപ്പോൾ >5 വന്ന സമയത്ത് ആ വാല്യൂവിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്ത് 3 ആക്കി. ഇനി നമുക്ക് ഇവിടെ 0 കൊടുത്ത് നോക്കാം. 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം 3.0 കൂടി വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് 1 കൊടുത്ത് നോക്കാം. 1 കൊടുക്കുമ്പോൾ 3.1 ആണ് വരുന്നത്. അതായത് 6നെ റൗണ്ട് ചെയ്തിട്ട് 6 >5 ആയതുകൊണ്ട് അതിനെ 1 ആക്കി മാറ്റി. അപ്പോൾ 3.1 വന്നു. ഇവിടെ 3 വന്നു. ദെൻ ഇവിടെ 0.1 വന്നു. ദെൻ നമുക്ക് 2 കൊടുത്ത് നോക്കാം. 2 കൊടുക്കുമ്പോൾ ഇവിടെ ആക്ച്വലി 3.2 അല്ല, ആക്ച്വലി നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. ഇത് പ്രിൻറ്റിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത 1ൻ്റെയും തെറ്റായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 2.6 ആണ് കിട്ടുന്നത്. സോ ഈ 6നെ റൗണ്ട് ചെയ്തിട്ട് 2 സെയിം തന്നെ വാല്യൂസ് കിട്ടി. ദെൻ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 2.6 തന്നെ കിട്ടി. ദെൻ നമുക്ക് ഈ 2 കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 4നെ റൗണ്ട് ചെയ്തിട്ട് 4.5നെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇവിടെ 5ൻ്റെ വാല്യൂവിനെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. 5ൻ്റെ വാല്യൂ > ആയതുകൊണ്ട് തന്നെ അവിടെ ഈ 4നെ റീപ്ലേസ് ചെയ്തിട്ട് 5 ആക്കുന്നു. അടുത്ത് 3 കൊടുത്ത് നോക്കാം. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം അവിടെ ഇത് കഴിഞ്ഞിട്ട് 0 ആണ് വരുന്നത്. അപ്പോൾ അത് >5 ആണ്. അതുകൊണ്ട് തന്നെ ഈ സെയിം വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 കിട്ടും ഇവിടെ. 4 കാരണം 7 എന്നുള്ള വാല്യൂ ഈ 5ാമത്തെ വാല്യൂവിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ 3ാമത്തെ വാല്യൂവിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ 4ാമത്തെ വാല്യൂ >5 ആണ്. 5 അല്ലെങ്കിൽ 5-നേക്കാളും മേളിലാണ്. അതുകൊണ്ട് തന്നെ 5 എന്നുള്ള മാറ്റിയിട്ട് 6 ആക്കുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് 2.464 എന്നുള്ള വാല്യൂ കിട്ടി. ദെൻ നമുക്ക് ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 674 കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ നേരെ റൺ ചെയ്യുമ്പോൾ റൗണ്ട് ആവത്തില്ല, സെയിം വാല്യൂ തന്നെ എഴുതും. ഇവിടെ -കൊടുത്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം.
-1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 670 വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തിയററ്റിക്കലായിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. 670 വന്നിരിക്കുന്നത്. ഞാനിവിടെ 2 കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 700 വന്നിരിക്കുന്നത്. 700 വന്നിരിക്കുന്നത്. സോ ഇതിനെ റീപ്ലേസ് ചെയ്യും, ഇതിനെ 0 ആക്കും, ദെൻ 6നെ റീപ്ലേസ് ചെയ്തിട്ട് 7 ആക്കും. ദെൻ 3 കൊടുത്തിട്ട് നോക്കാം. 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000. ലാസ്റ്റുള്ള ഡിജിറ്റ്സിനെ 0നെ 1 ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ 10 പവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 0 അല്ലെങ്കിൽ അവിടെ 1 ആയിരിക്കും വരുന്നത്. അതായത് ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ലെങ്കിൽ അവിടെ 1 ആയിരിക്കും വരുന്നത്. ആ രീതിയിലാണ് റൗണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റ്സിനെ ഫ്ലോട്ടിനെ അല്ലെങ്കിൽ ഇൻറ്റീജറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ നമുക്ക് ഇതുപോലത്തെ റൗണ്ട് ചെയ്യേണ്ട കേസിനകത്തൊക്കെ നമുക്ക് ഈ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ROUND, ദെൻ ഫംഗ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ നമ്മൾ ആർഗ്യുമെൻറ്റ് കൊടുക്കുക. ഞാനിവിടെ നമ്പർ വാല്യൂസ് കൊടുത്തു. ദെൻ എത്രയാണോ റൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് ആവത്തില്ല. ഇതിനെ സ്ട്രിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആവത്തില്ല. കാരണം എറർ ആയിരിക്കും. കാരണം സ്ട്രിങ്ങിൽ റൗണ്ട് ചെയ്യത്തില്ല. റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. കാരണം സ്ട്രിങ്ങിനെ നമുക്ക് റൗണ്ട് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂസിനായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.